ഗോള് അടിച്ചാൽ എന്താ ഉണ്ടാവുക? അതൊക്കെ കയറ്റി നോക്കുക. അതായത് ബോള് കയറ്റിയാല് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് അമ്മമാരുടെയും ഒട്ട് മേടിക്കണം. പുറത്ത് പോയാ പിന്നെ അച്ഛന്മാരുടെ മാത്രം മേടിച്ചാൽ മതി. പന്തൊക്കെ നമുക്ക് മേടിച്ചല്ല. 11 ദിവസം ഞങ്ങൾ നോക്ക. അപ്പൊ എല്ലാവരും അമ്മമാരോട് പോയിട്ട് വോട്ട് മേടിക്കണം കേട്ടാ. അപ്പൊ ഓക്കെ, എല്ലാവരും ശിവനെ വോട്ട് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ടാ. പഴയ കളി മറന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കളിയും ഇവിടെ എടുത്തുണ്ട്. എൻ്റെ ശിവനെ എന്തായാലും ഗോൾ അടിച്ചാൽ അമ്മമാരുടെ വോട്ട് വേണം, ഗോൾ അടിച്ചില്ലെങ്കിൽ അച്ഛന്മാരുടെ വോട്ട് വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്തായാലും കുട്ടികൾ വീട്ടിൽ ചെന്ന് പറയായിരിക്കും, വീട്ടുകാർ ഇഷ്ടം പോലെ ചെയ്യട്ടെ അല്ലേ. ഗോകുലുണ്ട്. ഗോകുൽ, രസകരമായ നിലയിൽ ഇങ്ങനെയൊക്കെ ഏതാണല്ലോ നമ്മൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും സന്തോഷകരമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകളാണ്. ഇത് പാർട്ടികളൊക്കെ പലതാണെങ്കിൽ പോലും എല്ലാവരും നമ്മളൊരു സ്നേഹവും അല്ലേ, സ്നേഹത്തോടെയുള്ളൊരു മത്സരമൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ടാവും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ പലതരത്തിലുള്ള സ്ഥാനാർത്ഥികളെയും പലതരത്തിലുള്ള വോട്ട് ചോദ്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. CCTV നോക്കിയിട്ട് വോട്ട് ചോദിക്കുന്ന അങ്ങനെ വെറൈറ്റി സ്ഥാനാർത്ഥികൾ അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ബെറ്റൊക്കെ വെച്ച് വോട്ട് ചോദിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണാവുക. കപ്പൂർ പഞ്ചായത്തിലെ 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശിവനാണ് ഇങ്ങനെ ബെറ്റ് വെച്ച് വോട്ട് ചോദിക്കുന്നത്. ഞാൻ ആ ഗോൾ അടിക്കുകയാണെങ്കിൽ വീട്ടിലെ രക്ഷിതാക്കളുടെ മുഴുവൻ വോട്ടും വാങ്ങിച്ചു തരണം എന്നാണ് ആ കുട്ടികളോട് പറയുന്നത്. അതനുസരിച്ച് ഏതായാലും ഗോളൊക്കെ അടിച്ചു, ഇനി ഓട്ടൊക്കെ കിട്ടുമോ എന്നുള്ളത് ഏതായാലും കണ്ടറിയണം. ഏതായാലും കുട്ടികൾക്കൊരു പുതിയ പന്തൊക്കെ ഓഫർ ചെയ്തിട്ടാണ് ശിവൻ പോയത്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ പല സ്ഥാനാർത്ഥികളും പല രീതിയിലൊക്കെ വോട്ട് ചോദിക്കുന്നുണ്ട്. ബെറ്റൊക്കെ വെച്ച് വരെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ കൗതുകം. നമ്മൾ ഈ ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥാനാർത്ഥികൾക്കും ഇപ്പോൾ ഒരു ചങ്കെടുപ്പിന്റെ കാലമായിരിക്കും. അപ്പോൾ ഏത് മാർഗത്തിലൂടെ നമ്മളൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഈ ശിവനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, നിങ്ങൾ ഗോളടിക്കുന്നോ അടിക്കാതിരിക്കുന്നോ എന്നല്ല പ്രശ്നം, നിങ്ങളുടെ ആളുകളുള്ള ഇടപെടൽ, നിങ്ങളുടെ സേവന മനോഭാവം, അതിനൊക്കെയാണ് ആളുകൾ വോട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മത്സരരംഗത്ത് സജീവമായി നിൽക്കുക. ശരി.